അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേയുടെ അടുത്തൊരു പാർട്ടായിട്ടാണ്. നമ്മൾ അതിനകത്ത് വില്ലേജറിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അതിനകത്തൊരു പുതിയ വീട് പണിയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീടുണ്ടാക്കാനുള്ള സംഭവമൊക്കെ ഞാൻ ഇവിടെ ഔട്ട്ലൈൻ പോലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത്, അതായത് ഇതുണ്ട് ഇവിടുന്ന് തൊട്ട് ഈ ഒരു ഇവിടെ അവിടെ തൊട്ട് അതുകൊണ്ട് ഇത്ര ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത്രയല്ല, ഇത്രയും ഭാഗം. അപ്പം ഇത് മൊത്തം ഇന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി ക്ലിയർ ആക്കണം. ഇതും കൂടി ക്ലിയർ ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിത് മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോണെല്ലാം മാറ്റി ഈ ഗ്രാസ് ആക്കണം. നമ്മൾ വീടിരിക്കുന്ന സ്ഥലത്ത് സ്റ്റോൺ വേണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മളവിടെ മൊത്തം സ്റ്റോണൊക്കെ മാറ്റി ഡേർട്ടാക്കിയിട്ടുണ്ട്. ഗ്രാസിന് സ്പ്രെഡ് ആവണം. പക്ഷേ കുറേ ഡേർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ഇതൊക്കെ നമുക്ക് ഫാം ഉണ്ടാക്കാൻ എടുക്കാം. പക്ഷെ ഇത്രയൊന്നും വേണ്ട നമുക്ക്. വേറെ കാര്യം, ഇപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രാസും പൂവൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേ വീട് പണിക്കുള്ള റിസോഴ്സ് കളക്ട് ചെയ്യാം. എല്ലാം ഇനി കുറച്ച് വുഡും കൂടി മാത്രം മതി. ലോഗ് അത് നമുക്ക് ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് ും കൂടെ ഉണ്ടാക്കിയിട്ടേ നമുക്ക് മറ്റേ ഇതെല്ലാം കളക്ട് ചെയ്യുമ്പോൾ എടുത്തു. ഒരു ലീച്ചിട്ട് ഒരു ഗ്രാമം കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ഗൈസ്, നമുക്ക് മരം പൊട്ടാൻ പോകും. തൽക്കാലം ഈ ലീശിനകത്തിരിക്കട്ട്. ഓക്കെ, ഇനി ബാക്കി പരിപാടി നോക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം വെട്ടിയേണ്ട നമ്മൾ മരം വെട്ടിക്കൊണ്ട് നിന്നപ്പോൾ ഏതാണ്ട് ഇവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് അതിനെ അങ്ങ് ടീം ആക്കാം. എന്നിട്ട് പാപ്പ എന്ത് പോലെ രാത്രിയാണ് പെട്ടെന്ന് കഴിക്ക്. ടീമായി നമ്മുടെ വീടിൻ്റെ കണ്ട് ആ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഈ നമ്മുടെ ഒരു മറ്റേ എൽ ഷേപ്പിലാണ് നമ്മുടെ വീട്. ഓക്കെ, ഇനി നമുക്ക് മറ്റേ ഈ തടിയും കൊണ്ടേ അതിൻ്റെ പില്ലേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എന്താ വുഡും കൊണ്ടുള്ള സ്ട്രക്ചർ റെഡിയായി. ഇനി നമുക്ക് അതിൻ്റെ ഈ ഫ്ലോറ് കണ്ട മറ്റേ നമ്മുടെ സ്റ്റോൺ ബ്രിക്കിൽ നിന്ന് അടയ്ക്കുന്ന ഇവിടെല്ലാം അതിട്ട് ബോർഡർ പോലെ ചെയ്യണം. പിന്നെ ഇനി മേളത്തതല്ല, അത്രയും കൂടി ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ട് ഈ വീടിൻ്റെ മൊത്തം വാൾസൊക്കെ മൊത്തം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കണ്ട് ഈ അകത്ത് ഈ ഫ്ലോർ മൊത്തം ഈ സ്റ്റോൺ ബ്രിക്ക് ആക്കണം.
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീടിൻ്റെ അകത്ത് ഈ ഫ്ലോർ മൊത്തം നമ്മൾ ഗ്രാസ് ബ്ലോക്ക് മാറ്റി നമ്മുടെ ഈ സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂഫ് മൊത്തം നമ്മൾ ഇനി സ്റ്റോൺ ബ്രിക്ക് വെക്കണം. നമ്മൾ റൂഫും നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എന്തുവാ മേലോട്ട് കയറാനുള്ള വഴിയും പിന്നെ ഈ സൈഡിൽ കുറച്ച് ജനലുകൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വെക്കണം. ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെന്താ മേലോട്ട് പോകാനുള്ള ഈ സ്റ്റെപ്പും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ഈ തടിയിൽ നിന്ന് തൊട്ട് നമ്മൾ താഴെ പില്ലർ പോലെ ബിൽഡ് ചെയ്ത് തൊട്ട് ഇവിടുന്ന് അതുകൊണ്ട് പില്ലർ തൊട്ട് ബിൽഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മേളിലും ആ പില്ലർ ബിൽഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ എല്ലാം സ്റ്റോൺ ബ്രിക്ക് കൊണ്ട് കവർ ചെയ്യണം. നമ്മളിപ്പം മേളിൽ സ്റ്റോൺ ബ്രിക്ക് വെച്ച് മൊത്തം അടച്ചിട്ടുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പെട്ടിക്കൂട് പോലെയൊക്കെ ഇരിക്കുമ്പോഴും റൂഫൊക്കെ വരുമ്പോൾ ശരിയായിക്കോളും. ഗൈസ്, ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിങ്ങനെയൊക്കെ പെട്ടിക്കൂട് പോലെയൊക്കെ തോന്നാൻ കാരണം ഞാൻ ഇവിടെ ഒരു ബാൽക്കണി പോലെയൊക്കെ വിചാരിച്ചായിരുന്നു. ഞാൻ ഇത്രയൊന്നും വേണ്ട, നമുക്ക് ഇത്രയും ഭാഗം അങ്ങേ പൊട്ടിച്ച് കളയാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അതിൻ്റെ ഉള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. ഇനി ഈ മണ്ടക്കത്തെ ബിൽഡിങ് നമുക്ക് റൂഫ് സെറ്റ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മളെ വീടിൻ്റെ റൂഫൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതുകൂട്ടുള്ള മൂലക്കെല്ലാം ഇങ്ങനെ ലോഗ് ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇതും കൂടി വെച്ചാൽ അങ്ങനെ നമ്മൾ വീടിൻ്റെ എല്ലാ മൂലയ്ക്കും ലോഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫെൻസൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. അതിന് മുമ്പേ കുറച്ച് ഫുഡ് കഴിക്കണം. അല്ല ഞാൻ കേട്ടു. ഇതും കൂടി വെച്ചാൽ ഓക്കെ, അങ്ങനെ ഫെൻസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ വീട് മൊത്തം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീട് മൊത്തം ലീവ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ വിൻഡോയും പിന്നെ ഡോറും വെക്കണം. നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളുകൊണ്ട് അവിടെ കുറച്ച് സാൻഡ് കണ്ടു. അത് മൊത്തം പോയി മൈൻ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് നേരം നമുക്ക് വന്ന സമയം കൊണ്ട് വീടിനകത്തുള്ള ബാക്കി സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ പറയുക. ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം നമ്മുടെ ഉള്ള റിസോഴ്സസ് വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇനി വരും എപ്പിസോഡിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഇച്ചിരി കൂടി ബെറ്റർ ആക്കുന്നതായിരിക്കും. മേളിൽ ഇവിടെ കുറച്ച് ചെസ്റ്റൊക്കെ വരുന്നതാണ്. ഓക്കെ, ഇവിടെ ബാൽക്കണി പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.